നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തുടക്കം മുതൽ നിലപാടെടുത്ത കേരള സർക്കാരും ഇടതുപക്ഷവും ഇപ്പോൾ ചട്ടം നടപ്പിലാക്കുമ്പോൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഇത് ഇവിടെ നടക്കില്ല എന്ന് ഇന്നലെയും ഇന്നും ജനങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രിയാണ്. പൗരത്വ സംരക്ഷണ റാലികൾ നടത്തി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പിണറായി വിജയൻ വിളിച്ചു പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേന്ദ്ര നിയമം ഇവിടെ നടപ്പിലാക്കാതെ പറ്റില്ല എന്നാണ്. കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സംഘപരിവാറിന്റെ നിലപാട് ഇവിടെ നടപ്പിലാക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിവിടെ നടപ്പിലാകില്ല എന്ന് ആവർത്തിക്കുന്ന ഇടത് പോരാട്ടം ന്യൂനപക്ഷങ്ങൾക്ക് ധൈര്യം നൽകുന്നതാണ്. ലോക്സഭയിലും രാജ്യസഭയിലും ഇടത് കോൺഗ്രസ് എംപിമാർ ഈ വിഷയത്തിലെടുത്ത നിലപാട് കേരളം ചർച്ച ചെയ്യുന്നു. പിണറായി പറയുന്നതും രാഹുൽ ഗാന്ധി പറയാത്തതും കേരളം താരതമ്യം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവിടെയും ഇവിടെയും കോൺഗ്രസുകാർ പറയുന്നുണ്ടെങ്കിലും CAA പോരാട്ടത്തിൽ ആത്മാർത്ഥത ആർക്കാണ്? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി, MES അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഉൾപ്പെടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പോരാട്ടത്തിൽ ശരിക്കും ആത്മാർത്ഥത വേണ്ടത് ആർക്കൊക്കെയാണ്? ആർക്കാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുള്ളത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ആർക്കാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായ നിലപാടുള്ളത്? ശ്രീ N ശ്രീകുമാർ, ഈ ചോദ്യം ഞാൻ താങ്കളിലേക്കും തരികയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന് നിലപാടില്ല എന്ന്, ദേശീയമായ നിലപാട് ഉണ്ടാകേണ്ട ഒരു പാർട്ടിക്ക് ആ നിലപാടില്ല എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ആ കാര്യത്തിൽ എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? നോക്കൂ ഡോക്ടർ ലാൽ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. കോൺഗ്രസിൻ്റെ നയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അറിയില്ല എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് കോൺഗ്രസിൻ്റെ നയം എന്ത് എന്ന ചോദ്യമല്ല അവിടെ ഉണ്ടാകേണ്ടത്. മുഖ്യമന്ത്രി ഇന്നും ഇന്നലെയൊക്കെ നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നാണ്. അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദ നിയമം നടപ്പാക്കില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിലും വലിയൊരു തീരുമാനം എന്താണുള്ളത്? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പത്രോമായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല, കോൺഗ്രസിന്റെ നയം അതല്ല എന്ന് വ്യക്തമായി പറഞ്ഞാൽ പിന്നെന്താണ് അതിലെ നയം? ഇത് മുഖ്യമന്ത്രി അദ്ദേഹം ആരെയോ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്നും ഇന്നലെയൊക്കെ ഇരുന്ന സദസ്യരെ ആയിരിക്കും. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ്, മുഖപത്രമായ ചന്ദ്രികയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ഹെഡിങ് ഇടതുപക്ഷത്തിന്റെ വെറും ഷോ മാത്രമെന്നാണ്. അതായത് യാതൊരു ആത്മാർത്ഥതയില്ലാത്ത CPMന്റെ നയത്തെക്കുറിച്ച് കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിന്റെ 1-ാം പേജിൽ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ നയം വ്യക്തമാക്കുന്നു CPMനെതിരെ എന്ന സന്ദേശം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് വായനക്കാരെ ഉൾപേജിലേക്ക്, എഡിറ്റോറിയൽ പേജിലേക്ക്
ആകർഷിക്കുന്ന ഒരു ചൂണ്ടുപലക പോലെ കുഞ്ഞാലിക്കുട്ടിയുടെ ചിത്രവും നിലപാടും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനത്തെ ഏത് സെൻസേഷണൽ ഇഷ്യൂ വന്നാലും അത് അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നാണ്. ഇതിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചത് കോൺഗ്രസും ലീഗുമാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPM ഡൽഹിയിലൊരു വക്കീലാഫീസിൽ പോയി ഒരു പരാതി എഴുതിയിട്ട് അവർ മടങ്ങുകയാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. ഇത്ര കൃത്യമായി കുഞ്ഞാലിക്കുട്ടി പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നതല്ല മുസ്ലിം ജനവിഭാഗം വിശ്വസിക്കുന്നതെന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയിൽ നിന്നും നമുക്ക് ബോധ്യമാകും. കോൺഗ്രസ് അധികാരത്തിൽ വരണം, കോൺഗ്രസും ലീഗും അധികാരത്തിൽ വന്നാലേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടാൻ കഴിയൂ എന്ന് കുഞ്ഞാലിക്കുട്ടി CPMനെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഇത് CPMന്റെ ഷോ ആണ്. ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രി നിങ്ങളോട് നടത്തിയ പ്രസംഗം ഒരു ഷോ ആണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്താണ് കോൺഗ്രസിന്റെ MP-മാർ ലോക്സഭയിലും രാജ്യസഭയിലും എടുത്ത നിലപാട്. അവരുടെ ദേശീയ അധ്യക്ഷൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ ഭാരത് ന്യായയാത്ര നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു വാക്കെങ്കിലും പറയാതിരുന്നത്. ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനും ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പോലും പറയുന്നത് ഇത് കേന്ദ്ര നിയമമാണ്, നടപ്പിലാക്കേണ്ടി വരും, കേരളത്തിന് മാത്രം മാറി നിൽക്കാനാകില്ല എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് CPM-ഉം ഇടതുപക്ഷവും ഇവിടെ അത് നടപ്പിലാകില്ല എന്ന് പറയുന്നത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി തന്നെ വിശദീകരിച്ചു. രാഷ്ട്രീയം അതാണ്. ഇവിടെ വലിയ നിയമങ്ങൾ ഉണ്ടായിട്ടും കരി നിയമങ്ങൾ ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാർ പോലും തോക്കുകൾ കൊണ്ട് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും നടപ്പിലാകാതെ ഓടേണ്ടി വന്ന ഒരു ഘട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. അവിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാകില്ല എന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഉൾപ്പെടെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിനെ പരിഹാസത്തോടുകൂടി നോക്കിക്കാണുന്ന കോൺഗ്രസിന് സ്വയം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥത ശരിക്കും ആർക്കാണ്? ഇതിലെ രാഷ്ട്രീയ വശത്തിലോട്ട് ഞാൻ കിടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രിയൊക്കെ ഒരു ഉറച്ച നിലപാടെത്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ. അവർ പറയുന്നത് അവരുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നാണ്. ഇത് വളരെ സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ക്വിറ്റ് ഇന്ത്യയിൽ ഉദാഹരണമായിട്ട് ഇതുമാതിരി പറയണ നമ്മൾ നടപ്പാക്കാൻ പറ്റുക. ഗാന്ധിജി പറഞ്ഞു ഇവിടെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേനും അത് പരിഹാസത്തോടെ നമ്മൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളൂ, ഇവിടെ നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതിയല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പോരാട്ടമാണ്. പോരാട്ടത്തിൽ നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇവിടെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഭീതിയോട് കൂടിയിട്ടും ആണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്കൊരു പരിരക്ഷയും അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ ഇത് നടപ്പാക്കുമോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ നടപ്പാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ നടപ്പാക്കാൻ പറ്റൂല. പക്ഷേ നടപ്പാക്കിയെന്ന് പറയുമ്പോൾ അതൊരു ഭീഷണിയായിട്ടാണ് മുടക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇവിടെ നടപ്പാക്കൂല എന്ന് പറയുമ്പോൾ അതിനെതിർത്ത് നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതിപ്പോൾ മുസ്ലിമുകൾ മാത്രമല്ല എതിർക്കുന്നത്, ഒരുപാട് വിഭാഗങ്ങൾ അതിൽ വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസിനെയൊക്കെ ഉൾപ്പെടുത്താം. അതിൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്താതിരിക്കുന്ന അവരുടെ നയപ്രകാരം അവരതിനെ നടപ്പാക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും ഒരു ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ധ്രുവീകരണത്തിലോട്ട് പോകുമോ ഇല്ലേ എന്നുള്ള ഒരു ഭയമുണ്ട്. ആ ധ്രുവീകരണത്തിന് പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ സ്വല്പം മടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലസ്തീൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കണ്ടാണ് ആദ്യം മടിച്ചു നിൽക്കുകയും പിന്നീട് വളരെ മുന്നോട്ട് വരികയും ചെയ്ത രീതിയിൽ പിന്നീട് വലിയ സമ്മേളനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രതിഷേധ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നതായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇതിപ്പോൾ മുന്നോട്ടേക്ക് പോണോ വേണ്ടേ എന്നൊരു ശങ്ക ഉള്ള മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ശങ്കയിൽ അർത്ഥമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പല വിഭാഗം ആൾക്കാരായിട്ട്
ഇടപെടുന്ന ഒരാളായെന്നുണ്ട്. ചിലർക്കെങ്കിലും സംശയമുണ്ട്. അങ്ങനെ ഒരു ഉറച്ചൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് അത് മറ്റു വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സംഘപരിവാറിന് ഗുണകരമായിട്ട് രീതിയിൽ നീങ്ങുമോ ഇല്ല എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു നയമാണ്. കാരണം ഒരു നിലപാട് നമുക്കൊരു വിഷയത്തിലുണ്ടെങ്കിൽ ആ നിലപാടിനനുസരിച്ചിട്ട് നമ്മൾ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ മറ്റേ സമ്മേളനങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്, നാളെ കണ്ണൂരുണ്ട്, മറ്റന്നാൾ മലപ്പുറത്തുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവമല്ല. ഇതിന് മുമ്പും തന്നെ ഈ നിലപാട് ഇത് തന്നെയായിരുന്നു. CPM-ൻ്റെയൊക്കെ നിലപാട് ഇത് തന്നെയായിരുന്നു. അതിന് നിലപാടിനെ പിന്തുടർന്നുകൊണ്ട് ആണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടതായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ എൻ ശ്രീകുമാർ, വ്യക്തമാണ് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന്. ഇക്കാര്യത്തിൽ മുൻപുള്ളതുപോലെ അല്ല, ഒരല്പം വിശ്വാസവും അക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെങ്കിലും കേൾക്കാൻ ആഗ്രഹമുള്ളതും മുഖ്യമന്ത്രി പറയുന്നത് തന്നെയാണ് എന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അല്ല ഡോക്ടർ ലാൽ, ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞാൽ ഞാനും കേട്ടു. ഇവിടെ നിങ്ങൾ ചോദിച്ച ആത്മാർത്ഥതയോടെ ആര് ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞോ കോൺഗ്രസ് ഇതിനെ ആത്മാർത്ഥതയോടെ എതിർത്തില്ല എന്ന്? ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖം ശ്രീ ഫസൽ ഗഫൂർ വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ല, അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥ അത് താങ്കൾ നേരത്തെ വിശദീകരിച്ചതാണ്, ഡോക്ടർ ഫസൽ ഗഫൂർ കേട്ടതുമാണ്. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി പറയാത്തത് എന്താണ്? മല്ലികാർജുൻ ഖാർഗെ പറയാത്തത് എന്താണ്? കോൺഗ്രസിന്റെ ദേശീയ നിലപാട് എന്താണെന്ന് ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചിട്ടും അത് അറിഞ്ഞുകൂടെങ്കിൽ അത് ചോദിക്കണം, മനസ്സിലാക്കണമെന്ന് താങ്കൾ പറഞ്ഞതല്ലാതെ എന്താണ് ആ നിലപാട് എന്നുള്ളത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടതെന്നല്ലേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മറ്റു പല മുഖ്യമന്ത്രിമാരും ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ പ്രസംഗിക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ MP-മാരെ പാർലമെൻറ്റിൽ ഈ നിയമം പാസ്സാക്കുമ്പോൾ അതിനെ എതിർത്തവരാണ്. അതുമാത്രമല്ല, ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ട്. ഞാൻ അന്ന് ഈ കൈരളി ചാനലിൽ ഉണ്ടായിരുന്നു. ആ പ്രസംഗം എന്താണെന്നറിയാമോ? പള്ളിയും അമ്പലവും പണിതുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പാടില്ല എന്നും അത് നടപ്പാക്കരുതെന്നും അത് വിഭാഗീയത ഉണ്ടാക്കുമെന്നും കോൺഗ്രസിന് എതിരാണെന്നും AICCയുടെ എല്ലാ നേതാക്കളും പ്രസംഗിച്ചിട്ടും അങ്ങനെ പ്രസംഗിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? തന്ത്രപരമായ സാങ്കേതികത്വം പൂർത്തിയാക്കി പോയി അവരൊരു മൂലയിൽ പോയി ഒളിച്ചിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതല്ലാതെ ഒരൊറ്റ ആൾ മാത്രമുള്ള AM ആരിഫ് പുറപ്പെടുവിച്ചതുപോലെയോ ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും CAA പ്രക്ഷോഭത്തിൻ്റെ പല ഘട്ടങ്ങളിലും സീതാറാം യെച്ചൂരിയും D രാജയും പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും ബിനോയ് വിശ്വവും ഒക്കെ അക്കാര്യത്തിൽ നിന്ന് പ്രതിഷേധിച്ചതുപോലെ, നിറഞ്ഞു നിന്നതുപോലെ അവർക്കതിന്മേൽ കേസുകൾ എന്തുകൊണ്ട് വന്നു എന്നൊക്കെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും കുറ്റപത്രങ്ങളിലോ കേസുകളിലോ ഒന്നും പേര് വരാതെ തടി രക്ഷപ്പെടുത്തി പോകുന്നത് പോലെ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ട് പോയി? ഇതൊക്കെയല്ലേ തെളിവുകൾ. ഞാൻ അതിനകത്ത് അങ്ങനെ വരണമെന്ന് പറയുകയല്ല, പക്ഷെ കൃത്യമായി ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ഒരു രേഖ പോലും, കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ള ഒരു രേഖ പോലും ഇല്ലല്ലോ സമരം നടത്തിയതിൻ്റെ കൂട്ടത്തിൽ. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ അറിയാമല്ലോ, ഐകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കി. അന്ന് UDF ഒപ്പം ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിക്കും അറിയാം, ഡോക്ടർ ലാലിനും അറിയാം. അത് മുഖ്യമന്ത്രിയും പറഞ്ഞു. അതിനുശേഷം എന്ത് പറ്റിയെന്നാണ് അറിയേണ്ടത്. പെട്ടെന്ന് ചുവട് മാറ്റിയത് എന്തുകൊണ്ട്? അതാ ഞാൻ പറയട്ടെ. അല്ല, ചുവട് മാറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എന്താ ഉത്തരം പറയുക? പൗരത്വ ഭേദഗതി നിയമത്തിലെ കോൺഗ്രസിന്റെ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. മാറ്റിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ പിന്നീട് എന്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് പോരാടാൻ പറ്റുന്നില്ല? ഒരുമിച്ച് നിന്ന് പോരാടുന്ന പ്രശ്നമില്ല. കാരണം CPM-ന് ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. ഞാൻ ഉദാഹരണം പറയാം. പൗരത്വം ഇന്നലെ അവർ കോഴിക്കോട്ട് നടത്തി, ഇന്ന് കാസർഗോഡ് നടത്തി, നാളെ മലപ്പുറത്തെ, അതുപോലെ മലബാർ ഏരിയയിൽ
അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയിൽ മാത്രമാണോ ഇത് നടപ്പാക്കേണ്ടത്? തിരുവനന്തപുരത്ത് വേണ്ടേ, കൊല്ലത്ത് വേണ്ടേ, ആലപ്പുഴ വേണ്ടേ, കോട്ടയത്ത് വേണ്ടേ, തൃശ്ശൂർ വേണ്ടേ? അതാ പറഞ്ഞ ഇത് രാഷ്ട്രീയ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി CAA കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് പറയുമ്പോൾ പ്രധാന പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ പരിഹസിക്കുകയാണ് അദ്ദേഹത്തെ. ഇത് കേന്ദ്രം പാസാക്കിയ ഒരു നിയമം ഇവിടെ നടപ്പിലാകില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് പോലും, BJP അവിടെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് പോലും പറയുന്നു, അങ്ങനെ പരിഹസിക്കുന്നു. മുഖ്യമന്ത്രി എങ്ങനെയാണ് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്? അക്കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള വശം ഞാൻ പറയാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അത് ആർട്ടിക്കിൾ 256 എന്ന് പറയുന്നത് ഈ സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് റിലേഷൻസിനെ കുറിച്ചുള്ളതാണ്. അപ്പം അതിൽ പറയുന്നത് ഈ കേന്ദ്രം പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കാനുള്ള ബാധ്യത സ്റ്റേറ്റിനുണ്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് അങ്ങനെ ഒരു സ്റ്റേറ്റ് അത് നടപ്പിലാക്കാൻ വിസമ്മതിച്ചാൽ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഡയറക്ഷൻ കൊടുക്കാൻ അധികാരമുണ്ട്, ആ ഡയറക്ഷൻ ഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു സംസ്ഥാനത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും എന്ന് കരുതാൻ ഉള്ള സാഹചര്യമുണ്ട് എന്ന് പോലും പറയുന്നുണ്ട് ആർട്ടിക്കിൾ 365. അപ്പോൾ 256 to 365 ഇത് രണ്ടും കൂടി ഒരുമിച്ച് വായിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. അതായത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉള്ള ബാധ്യത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രൊവിഷനാണ്. പക്ഷേ PDT ആചാര്യ, താങ്കൾ ഈ ഭരണഘടനയെ വിശദീകരിച്ച് താങ്കൾ പറഞ്ഞത് കൃത്യമാണ്. താങ്കളെപ്പോലെ ഒരു ഭരണഘടനാ വിദഗ്ധനും നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളും ഒക്കെ അത് അങ്ങനെ തന്നെയാണ് വിശദീകരിക്കുക. പക്ഷേ രാഷ്ട്രീയക്കാർ, പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മഹാത്മാഗാന്ധി ഇതുപോലെ നിയമം വിശ്വസിച്ച്, നിയമം വായിച്ച് മനസ്സിലാക്കി വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് പോയിരുന്നുവെങ്കിൽ ചിലപ്പോൾ സ്വാതന്ത്ര്യ സമരം തന്നെ നടക്കില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം നടക്കില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അതുപോലെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? മുമ്പ് രാജ്യത്ത് നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇന്ന് തന്നെ നടന്നൊരു കാര്യമുണ്ട്. രാഷ്ട്രപതിയെ എതിർ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേരളം ഒരു സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ വൈകുന്നു വീണ്ടും എന്ന് പറഞ്ഞിട്ടാണ് ഹർജി. ഇത് മുമ്പ് കേട്ടിട്ടില്ലാത്തതാണ്. അതുപോലെ ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വന്നതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇന്ത്യയിൽ. ഇവിടെ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുമ്പ് നടക്കാത്ത കാര്യങ്ങളാണ്. അതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. ഇത് രാജ്യത്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായും നേരിടുന്നു. അതേസമയം ഇത് ഞങ്ങൾ പ്രതിഷേധിക്കും, ഇതൊന്നും ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായി നേരിടുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ അതാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് നടപ്പിലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് എന്ത് വന്നാലും നേരിടാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പോരാട്ടം ഉണ്ടാകുന്നതും ഒരു പക്ഷേ സ്വാഭാവികമായ ഒരു പരിണിതിയല്ലേ അത്? ഈ പൗരത്വ ബില്ലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ, ഇപ്പം ഞാനിപ്പോൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. അതങ്ങനെയാണ്. അതുകൊണ്ട് നാച്ചുറലി അത് നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യമായി നമ്മുടെ ഭരണഘടനയിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഡൊമിസൈലും പ്ലേസ് ഓഫ് ബർത്തും ഇത് മാത്രമാണ് ഒരു സിറ്റിസൺഷിപ്പിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിനുശേഷം പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ടിൽ പല പ്രൊവിഷനും വന്നിട്ടുണ്ട്. എന്നാലും ബേസിക് അപ്രോച്ച് എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ നമ്മുടെ സമീപനം എന്ന് പറയുന്നത്, ഇവിടെ ജനിച്ച ആളുകൾ, അതുപോലെ ഇവിടെ ഡൊമിസൈലായ ആളുകൾ, ഇത് മാത്രമേ ഉള്ളൂ. അതിൽ റിലീജിയൻ ഒരു ഭാഗമേ അല്ല. റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടല്ല. മതം എന്ന് പറയുന്നത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഇവിടെ ജനിച്ച ആളുകൾ ഇവിടുത്തെ പൗരന്മാരാണ്. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണഘടന വയ്ക്കുന്നത്. കാരണം അത് വളരെ സെക്യുലറായ ഒരു അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു നിയമം
അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയതും അതിനനുബന്ധിച്ച് സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ടാക്കിയെടുത്തതും. ഇപ്പം അതിൽ ആദ്യമായി റിലിജ്യൻ എന്ന ഒരു 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 ഗ്രൗണ്ട് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പം ഞാനത് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഈ ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കരുതെന്നും ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന മതമാവരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഭരണഘടനയുടെ വളരെ അടിസ്ഥാന ഘടകമായ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന സെക്യുലറിസം അതാണ് ഹനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ CAA എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിനെ ആളുകൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റിൻ്റെ നിലപാടിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. അതങ്ങനെയാണ് വേണ്ടത്. കാരണം ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സെക്യുലറിസമാണ്. അത് ബേസിക് സ്ട്രക്ചറാണ്. ആ സെക്യുലറിസത്തിൻ്റെ കോട്ടം വരുന്ന, അതിനെ ഹനിക്കുന്ന ഒരു നടപടിയും നമ്മൾ എടുത്തുകൂടാ. അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ, ഈ CAA കൂടുതൽ ഇതിനകത്ത് അപകടം വരാൻ പോകുന്നത് ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററാണ്. സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, അപ്പോൾ ഇതെല്ലാം ഒരു സ്കീമിൻ്റെ ഭാഗമാണ്. സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ എല്ലാ സിറ്റിസൺസിനും കമ്പൾസറി ആയിട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവണം, ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് ഇത് കളക്ട് ചെയ്യുന്നത് സിറ്റിസൺഷിപ്പ് ഈ പോപ്പുലേഷൻ രജിസ്റ്ററിൻ്റെ അവർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയുടെ ബേസിലാണ് ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ, മുത്തച്ഛൻ്റെ കാര്യവും, മുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്, എന്നാ ജനിച്ചത് എന്നൊക്കെയുള്ള ആ ധാരാളം കാര്യങ്ങൾ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്കില്ല, അതിനുള്ള റെക്കോർഡൊന്നും നമ്മുടെ കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് മിസ്ചീഫ് അതിനകത്ത് പ്ലേ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആശങ്ക ഇന്ന് പലരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കണം, അതിലൊന്നും ആർക്കും അതിനെക്കുറിച്ചൊരു ഒരു എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, പോപ്പുലേഷൻ രജിസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയ അപ്രിഹെൻഷൻസ് നമ്മുടെ പല സെക്ഷൻസിലുമുണ്ട്, ജനങ്ങളിലുണ്ട്. ശരി, ശ്രീ PDT ആചാര്യ തിരിച്ചു വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, അതാണ് ശ്രീ PDT ആചാര്യ ചൂണ്ടിക്കാട്ടിയ ഈ ഭാഗം, അതായത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ CAA എന്ന് പറയുന്നത്. അതിൻ്റെ NRC എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അത് വലിയ തരത്തിൽ ആളുകൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വരാം. ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് നേരത്തെ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴൊക്കെ അത് കൃത്യമായി പറയുന്നുമുണ്ടായിരുന്നു. അതാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ആരെയൊക്കെ ദ്രോഹിക്കണമെന്നുണ്ടോ അതൊരു പ്രത്യേക ന്യൂനപക്ഷത്തെ തന്നെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മതാടിസ്ഥാനത്തിൽ തന്നെ ഒരു മതത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഈ നിയമം വരുന്നതും. അങ്ങനെ ആ കൂട്ടർക്കുണ്ടാകുന്ന ആശങ്കകളാണ്, ആ ആശങ്ക നിലനിർത്തിക്കൊണ്ട് ഇത് നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അവിടെയാണ് രാഷ്ട്രീയം പറയേണ്ടി വരുന്നത്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട്, കണ്ടില്ലേ ഭരണഘടനയിൽ അങ്ങനെയാണ്, നടപ്പിലാക്കാൻ പറ്റില്ല, ഗവർണർമാർ ഇങ്ങനെ പറയുന്നു, രാഷ്ട്രപതി ഇങ്ങനെ പറയുന്നു, കേന്ദ്രം ഇങ്ങനെ പറയുന്നു, അത് നടപ്പിലാക്കേണ്ടി വരും, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ അന്ന് അത് മാറ്റി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരം മാത്രം കിട്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നതിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന CPM-നെയും ഇടതുപക്ഷത്തെയും അങ്ങനെ അങ്ങ് സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തി പരിഹസിച്ച് പോകാവുന്നതാണോ? അല്ല, അതിൽ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഞാൻ വളരെ ശ്രീ ആചാര്യ പറഞ്ഞ 2 പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു, കേന്ദ്രം നടപ്പാക്കുന്ന കാര്യം ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് എതിർക്കേണ്ടത് ധാർമ്മികമായിട്ട് നമ്മുടെ ചുമതലയാണെന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനെ എതിർത്ത ചരിത്രമുണ്ട്. ഞാൻ നല്ല എതിർത്ത ചരിത്രം പറഞ്ഞുതരാം. എമർജൻസി കാലഘട്ടത്തിൽ നമുക്കറിയാം, മനസ്സിലായല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്തു.
മറ്റേ എന്തിനു പറയണ ലോകസഭയുടെ കാലാവധി തന്നെ നീട്ടി അലഹാബാദ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് അട്ടിമറിച്ചു. ഞാൻ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജ്മെന്റ് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതും കൂടെ ഞാൻ പറയാം കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മളത് ന്യായീകരിച്ച് പറഞ്ഞമാതിരി പറയാം അത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കും എന്നുള്ളതാണ് അതിനെ നമ്മൾ പറയേണ്ടത്. പിന്നെ മാത്രമല്ല ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്നലെ ഇപ്പോൾ ഞാൻ പങ്കെടുത്ത പരിപാടിയിൽ മുസ്ലിം സംഘടന എല്ലാ സംഘടനകളോടും ഉണ്ടായിരുന്നു. ഒരൊറ്റ സംഘടന പോലും ഇല്ലാതെ എല്ലാ സംഘടനകളും അവിടെ പങ്കെടുത്തിരുന്നു. പക്ഷേ അവർ മുസ്ലിം സംഘടനകളുടെ ഒരു വ്യൂ പോയിന്റ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നേരിട്ട് ഈ സമര രംഗത്തോട് കൊണ്ടുപോയി ഇലക്ഷൻ സമയമാണ്, അപ്പോൾ അത് കൊണ്ടുപോയിട്ട് അത് വർഗീയവൽക്കരിക്കേണ്ട ഒരവസരം ഉണ്ടാക്കേണ്ട, അങ്ങനെ വർഗീയവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവർ പ്രത്യക്ഷമായിട്ട് സമരങ്ങളിലോട്ടൊന്നും പോകാത്തത്. അതേസമയം അവിടെ അവർ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആര് മുന്നിൽ നിന്ന് പോരാടുന്നോ അത് CPM ആയാലും കോൺഗ്രസ് ആയാലും അവരെ കൂടൊപ്പം നിൽക്കാൻ ആയിട്ട് അവർ രംഗത്ത് വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ സുന്നി വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും എല്ലാ വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു അവിടെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളതാണ് ക്വിറ്റ് ഇന്ത്യയിലോട്ടും എമർജൻസിയിലോട്ടൊക്കെ പോയത്. വേണ്ട, ഇനി വേറെ കാര്യം പറയാലോ. ഈ കേരളത്തിൽ കോൺഗ്രസ് തമിഴ്നാട്ടിൽ തകർന്ന് തരിപ്പണമാവാനായിട്ടുള്ള കാരണം എന്തായാലും നമുക്കറിയാലോ. ഒറ്റ കാര്യം കൊണ്ടാണെന്ന്, ആ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കിയ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മനസ്സിലായില്ലേ, അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് നടന്ന സമരത്തിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് ഔട്ടാവുകയും അവിടെ ഹിന്ദി അടിച്ച് കേന്ദ്രത്തിന് പിന്മാറേണ്ടി വന്നു. അപ്പോൾ ഒരു സ്റ്റേറ്റ് എതിർക്കും എന്ന് പറയുമ്പോൾ അല്ലല്ല അത് എതിർക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എതിർത്ത് പല സ്ഥലങ്ങളിലും നമുക്ക് സമരങ്ങൾ ഉണ്ടായിരുന്നു. ആസാം അജിറ്റേഷൻ ഉണ്ടായിരുന്നില്ലേ? ഇതേ പൗരത്വ വിഷയത്തിൻ്റെ പേരിലായിരുന്നല്ലോ ആസാം അജിറ്റേഷൻ ഉണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ മറ്റേ രാജീവ് ഗാന്ധിയുടെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അവിടുത്തെ ഭരണം മാറ്റിക്കൊടുക്കുകയല്ലേ ചെയ്തത്. അല്ലേ? അത് ആസാം ഗണപരിഷത്തിന് പ്രഫുല്ലകുമാർ മോഹന്റെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ പല ഉടമ്പടികളും ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ സംസ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ട് ഇതുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് ഒരു സംസ്ഥാനം ത്തിലെ ഗവൺമെൻറ് ശക്തമായിട്ട് നിലകൊള്ളണമെങ്കിൽ കേന്ദ്രത്തിന് അതിനെ ഉപരോധിക്കാനൊക്കെ പറ്റും. പിന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഇതൊക്കെ ശരി തന്നെയാണ്. ധിക്കാരപൂർവ്വമായിട്ട് ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ നമ്മൾ പറയാ, നമുക്ക് മുമ്പ് ഇതിന് പരിചയമുള്ള ഇതുമാതിരിയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിട്ട് എന്താണ് പഞ്ചാബിൽ നടന്നതെന്നൊക്കെ നമുക്കറിയാം. മനസ്സിലായോ? പഞ്ചാബിലെ ഭിന്ദ്രൻവാല കാലഘട്ടത്തിൽ എന്താ നടന്നതെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഒരു സ്റ്റേറ്റിലെ ജനങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനം തീരെ വകവെക്കാതെ പോകുന്നത് ശരിയല്ല. മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റേറ്റ് മാത്രമല്ലല്ലോ, തെലങ്കാന നടപ്പാക്കൂല, ആന്ധ്രാപ്രദേശ് നടപ്പാക്കൂല, അങ്ങനെ ഒരുപാട് ബംഗാൾ നടപ്പാക്കൂല, അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങൾ നടപ്പാക്കൂല. പിന്നെ വേറെ കാര്യം, നിങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ കാതലായ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാതലായ പ്രശ്നം വെസ്റ്റ് ബംഗാളും ആസമും ത്രിപുരയാണ്. കാരണം അവിടെയാണ് ഒരുപാട് പേര് ഇതായിട്ട് വന്നിട്ടുള്ളത്. ഏത് നമ്മുടെ അവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള പല ബംഗ്ലാദേശിൽ നിന്നും മറ്റുമൊക്കെ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അത് ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെ മുമ്പ് പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു അല്പസമയ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഞാൻ വരാം ഡോക്ടർ ഫസൽ ഗഫൂർ, എനിക്കത് കൃത്യമാണ്. അങ്ങ് അത് വിശദീകരിച്ചത് പല വീഡിയോയും നമ്മുടെ മുമ്പിലുണ്ട്. ഞാനൊന്ന് വരാം. ഡോക്ടർ VPP മുസ്തഫ, ഇപ്പോൾ ശ്രീ N. ശ്രീകുമാറിനെ പോലെയുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ, കോൺഗ്രസിനെ മനസ്സിലാക്കുന്നവർ പറയുന്നത് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് ഇത് നടപ്പിലാക്കില്ല എന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലേ കോൺഗ്രസിൻ്റെ നിലപാട്? പിന്നെന്താ നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? അതുപോലെ നിങ്ങളുടെ ഈ ഷോയാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമൊക്കെ നടക്കുന്ന റാലികളൊക്കെ ഷോയാണ്. ഈ ഷോയൊന്നും കാണിച്ച് മുന്നോട്ട് പോകേണ്ടതില്ല. ഇത് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെയാണ് ശ്രീ N. ശ്രീകുമാർ ഈ ചർച്ചയിൽ പറയുന്നത്. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ലോക്സഭയിലൊക്കെ കേട്ടയാളാണ് ശ്രീകുമാർ. അതുകൊണ്ട് താങ്കളുടെ വിശദീകരണം എന്താണ്? മോഡി സർക്കാർ പല വിധത്തിൽ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ ഘടനയെ തകർക്കുകയും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഒരു ഉറച്ച നിലപാടില്ല. അവർക്ക് അവരുടെ ആദർശങ്ങളിൽ നല്ല കർശനമായ നിലപാടെടുത്ത് നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇടതുപക്ഷം നടത്തുന്നതൊക്കെ ഷോയാണ് എന്ന് പറയുന്നത് ഹൃദയം പറിച്ചു കൊടുത്താൽ അത് ചെമ്പരത്തി പൂവാണ് എന്ന് പറയുന്നത് പോലെയുള്ള ആക്ഷേപമാണ്.
നിങ്ങൾ കാണാൻ നോക്ക്, ഇവിടെ വി.ഡി. സതീശൻ എന്താ പറയുന്നത്? അദ്ദേഹം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നത് CAA നടപ്പിലാക്കില്ല, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നൊരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പ്രസ്താവിക്കാൻ കഴിയുക? പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനാപരം ഇവിടെ നടപ്പിലാക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിക്ക് എങ്ങനെ പ്രസംഗിക്കാൻ കഴിയും? NK പ്രേമചന്ദ്രൻ MP ഇതേ ആ കാര്യമാണ് ചോദിക്കുന്നത്. കൊല്ലത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്? ഇത് തന്നെ KPCC പ്രസിഡന്റ് K. സുധാകരനും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഇമാജിനേഷൻ നടത്തി നോക്കില്ലാലെ, ഇപ്പോ ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ UDF ആണ് അധികാരത്തിലുള്ളതെങ്കിൽ, അങ്ങനെയല്ല എന്നുള്ളത് കേരളത്തിന്റെ ഭാഗ്യം. പക്ഷെ നമ്മൾ ഒരു ഇമാജിനേഷൻ, സങ്കല്പം, ഇപ്പൊ കേരളത്തിൽ UDF ആണ് ഭരണത്തിലുള്ളതെങ്കിൽ എന്തായിരിക്കും? വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ K. സുധാകരനാണ് മുഖ്യമന്ത്രിയെങ്കിൽ, ഈ പൗരത്വ ഭേദഗതി നിയമത്തോട് ഈ കേരളത്തിൽ UDF ആണ് അധികാരത്തിലുള്ളതെങ്കിൽ അധികാരികൾ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുക? ഈ ന്യായം തന്നെ പറയുമോ? കേന്ദ്രം പാസാക്കിയില്ലേ, പാർലമെന്റ് അംഗീകരിച്ചില്ലേ, രാഷ്ട്രപതി ഒപ്പിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കേണ്ടി വരും എന്ന നിലപാടാണോ ഇവർ പ്രസംഗിക്കുക? ഈ നിലപാടാണോ ഇവർ എടുക്കുക? നിങ്ങൾ നോക്കില്ലാലെ, ഇന്ത്യയിൽ 3 കർഷക നിയമങ്ങൾ, ഫാർമേഴ്സ് ലോ, അത് ഈ പാർലമെന്റ് പാസാക്കിയതല്ലേ, രാഷ്ട്രപതി ഒപ്പിട്ടതല്ലേ? ഇന്ന് ആ നിയമം നിലവിലുണ്ടോ? ഇതേ മോഡിയുടെ കാലത്തല്ലേ പാസാക്കിയത്? ആര് സമരം ചെയ്താലും നടപ്പിലാക്കുമെന്നല്ലേ മോഡി പറഞ്ഞത്? പക്ഷെ രാജ്യത്തെ കർഷകർ സമരം ചെയ്ത് ഉജ്ജ്വലമായി മുന്നോട്ട് വന്നപ്പോൾ ആ നിയമം കൊണ്ടുവന്ന അതേ പാർലമെന്റിൽ അത് പിൻവലിക്കാൻ ഈ മോഡി അമിത്ഷാ കൂട്ടുകെട്ട് നിർബന്ധിതമായില്ലേ? എന്ത് നമ്മുടെ രാജ്യത്ത് ലേബർ കോഡുകൾ ഈ മോഡി ഗവൺമെന്റ് ആഗ്രഹിച്ച വേഗത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തത്? പാർലമെന്റിൽ പാസാക്കിയ നിയമമല്ലേ അത്? ആ നിയമങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്തത്? അതുകൊണ്ട് പാർലമെന്റ് പാസാക്കി, അതുകൊണ്ട് എന്തായാലും നടപ്പിലാക്കിയേ പറ്റൂ എന്ന് വി.ഡി. സതീശനും K. സുധാകരനും K. സുരേന്ദ്രനും NK പ്രേമചന്ദ്രനുമെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ട? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, UDF-ഉം കോൺഗ്രസുമാണ് വരുന്നതെങ്കിൽ അവര് ഈ മോഡി ഗവൺമെന്റിന്റെ ആസനം താങ്ങിയിട്ട് ഈ നിയമങ്ങൾ നടപ്പിലാക്കുമായിരുന്നു. അത് കർഷക ദ്രോഹ നിയമവും നടപ്പിലാക്കും, തൊഴിലാളി ദ്രോഹ നിയമങ്ങളും നടപ്പിലാക്കും, ഈ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമവും എല്ലാം ഈ കോൺഗ്രസ് നടപ്പിലാക്കുമായിരുന്നു. ഇടതുപക്ഷം ഉള്ളതുകൊണ്ട്, മതനിരപേക്ഷവാദികൾ ഉള്ളതുകൊണ്ട്, പൗരബോധമുള്ള മനുഷ്യരുള്ളത് കൊണ്ട്, ഭരണഘടനയെ സ്നേഹിക്കുന്ന ജനങ്ങളുള്ളത് കൊണ്ട് രാജ്യത്ത് ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. തൊഴിലാളികളുടെ, കർഷകരുടെ, മറ്റ് മതനിരപേക്ഷവാദികളുടെ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ സമരം. ആ സമരമുഖങ്ങളിൽ എവിടെയെങ്കിലും ഈ കോൺഗ്രസുകാരുണ്ടോ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് ആ നിയമം വന്ന 2019-20 ഡൽഹിയിൽ വലിയ സമരം നടന്നില്ലേ? വടക്ക് കിഴക്കൻ ഡൽഹിയിൽ കലാപമായില്ലേ? അന്ന് ഈ സമരം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് കേസുകൾ എടുത്തില്ലേ മോഡി ഭരണം? അതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ പ്രതിയായിട്ടുണ്ടോ? സീതാറാം യെച്ചൂരിയുടെ പേര് കുറ്റപത്രത്തിലുണ്ട്, വൃന്ദ കാരാട്ടിന്റെ പേര് ഡൽഹി പോലീസിന്റെ FIR-ലുണ്ട്. എത്രയോ സമരമുഖങ്ങളിൽ അവിടെ ഇടതുപക്ഷ നേതാക്കൾ പങ്കെടുത്തു. ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെ ഈ പ്രസംഗിച്ചു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആ ഷഹീദ് ബാഗിലെ സമരമുഖത്തുണ്ടായിരുന്നോ? പ്രിയങ്ക ഗാന്ധി ആ ഷഹീദ് ബാഗിലെ സമരമുഖത്തുണ്ടായിരുന്നോ? ആരാ ഉണ്ടായിരുന്നത് അവിടെ? അവരെല്ലാം അമിത്ഷാ ലോക്സഭയിൽ ഭീഷണിപ്പെടുത്തിയപ്പോ ഓടിച്ചൊളിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് എന്ത് ആത്മാർത്ഥ്യ ഇപ്പൊ? എന്നിട്ട് ശ്രീകുമാർ പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി ചന്ദ്രികയിൽ കോൺഗ്രസിനെ പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീകുമാറെ PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് ചന്ദ്രികയുടെ 1-ാം പേജിൽ അങ്ങനെ ഒരു നിലപാട് പറയേണ്ടി വന്നത്? അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ചും രാജ്യത്തെ അവസ്ഥയൊക്കെ സംബന്ധിച്ചും യഥാർത്ഥ നിലപാട് ഒരാഴ്ച മുമ്പ് മാധ്യമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ന് ചന്ദ്രികയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയെ കുറിച്ച് പറയുന്ന ശ്രീകുമാറിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരാഴ്ച മുമ്പ് ഇതേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാധ്യമത്തിൽ പറഞ്ഞ ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ടാവല്ലോ. എന്താ അത് താങ്കൾ പറയാത്തത്, ഉദ്ധരിക്കാത്തത്? എന്താ അദ്ദേഹം വ്യക്തമാക്കിയത്? കുഞ്ഞാലിക്കുട്ടിയുടെ നിർബന്ധമാണോ അതോ ചന്ദ്രികയുടെ ഒരു പരിമിതിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി പരിശോധിച്ചു പോകേണ്ടി വരും. അത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിലേക്കല്ല പോകുന്നത്. പക്ഷേ ഡോക്ടർ മുസ്തഫ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്.
കേരളത്തിൽ ഇപ്പോൾ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? ഈ BJP ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ നിയമങ്ങളും ഞങ്ങൾ നടപ്പിലാക്കേണ്ടവരാണ് എന്ന വിശ്വാസത്തിൽ ഇതെല്ലാം ഒന്നാമത് ചാടിക്കയറി നിന്ന് നടപ്പിലാക്കുമായിരുന്നു എന്നാണ് മുസ്തഫ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇതാ ഇപ്പോൾ കേരളം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പല ഹർജികളുമായി സുപ്രീം കോടതി പോയല്ലോ, പൈസ കിട്ടാൻ വേണ്ടി ഹർജിയുമായിട്ട് പോയപ്പോൾ കിട്ടിയല്ലോ. അതുപോലെ ഇന്ന് ഹർജിയുമായിട്ട് പോയിട്ടുണ്ടല്ലോ, രാഷ്ട്രപതിക്കെതിരായി തന്നെ പോയിട്ടുണ്ടല്ലോ. ഇതൊന്നും ചെയ്യില്ല. ഇതൊക്കെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു UDFനെ അല്ലേ ഇവിടെ കാണാൻ പറ്റുമായിരുന്നത്? ഇതാണോ വേണ്ടത് ശ്രീകുമാർ? ശ്രീ മുസ്തഫ ഇവിടെ പറഞ്ഞത് നരേന്ദ്രമോദി ദേശീയ തലത്തിൽ ഒരുപാട് കേസെടുത്തു എന്നാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി സമരത്തിൽ ഒരുപാട് കേസെടുത്തിട്ടുണ്ട്. ആ കേസൊന്നും പിൻവലിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ പറയാ പിൻവലിക്കാമെന്ന്. അവിടെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരള നിയമസഭ ഇത് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കുമ്പോൾ UDF അതിനൊപ്പം അന്ന് നിന്നു. ഇത് അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശദീകരിക്കണ്ടേ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്തവർക്ക് മോദി കേസെടുത്തു, ശരി. അപ്പൊ പിണറായി കേസെടുത്തതോ? അത് കേസല്ലേ? മറ്റു കേസുകൾ കൂടി അതിനിടയിൽ കൂടി കൊണ്ടുവന്നിട്ട് 800-ൽ പരം കേസുകൾ ഉള്ളതിൽ 600-ൽ പരം കേസുകളും പിൻവലിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ചില കേസുകൾ മറ്റു പല ക്രിമിനൽ നടപടിക്രമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകേണ്ടി വരും. അതൊന്ന്. പിന്നെ അപേക്ഷകൾ അങ്ങോട്ട് കൊടുക്കണം, കൊടുത്താലേ കേസുകൾ ചേർന്ന് പിൻവലിക്കാൻ ഒക്കൂ. അത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പൗരന്മാർ നടത്തിയ ഒരു സമരം അവിടെ ഒരു ബോർഡ് പോലും നശിപ്പിച്ചിട്ടില്ല. വെറുതെ അതൊന്നും പറയണ്ട, അവിടെ നിൽക്കട്ടെ. അത് തെറ്റ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്താണ്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുക മുഖ്യമന്ത്രിയും കൂട്ടരും. അവിടെ എന്താ? മുസ്ലിം ലീഗിനെ ക്ഷണിച്ചില്ല. എന്താണ്? പലസ്തീൻ വിഷയം വന്നപ്പോൾ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു! പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമരത്തിന് എന്താ മുസ്ലിം ലീഗിനെ ക്ഷണിക്കാതിരുന്നത്? കാരണം മുസ്ലിം ലീഗ് മലപ്പുറത്ത് മത്സരിക്കുക, അവരെ എതിർക്കുന്നത് CPM. ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും CPM-നോട് പറയണം, അങ്ങനെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ മത്സരിക്കരുത് CPM നേതാക്കൾ. അവിടെയാണ് കാര്യം. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അവിടെയാണ്, അല്ലാതെ പ്രസംഗത്തിലല്ല ആത്മാർത്ഥത. അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ് ഷോ എന്ന്, N. ശ്രീകുമാർ പറഞ്ഞതല്ല. കുഞ്ഞാലിക്കുട്ടി പണ്ട് പലതും പറഞ്ഞു കാണും. CPM-ഉം പണ്ട് പലത് പറഞ്ഞിട്ടുണ്ടല്ലോ. സർവകലാശാല, സ്വകാര്യ വിദേശ സർവകലാശാലയെ എതിർത്തിട്ട് എന്തായി? സ്വാശ്രയ വിദ്യാഭ്യാസത്തെ എതിർത്തിട്ട് എന്തായി? നിലപാട് മാറ്റിയില്ലേ? അതുപോലെ നിലപാടുകളൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ ക്ഷണിക്കാതിരുന്നത് കോഴിക്കോട് നടന്ന സമ്മേളനത്തില് അല്ല. ശ്രീകുമാർ ഇങ്ങനെ വല്ലാതെ പരിഭ്രാന്തരായിരിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രീകുമാറെ? യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സൊന്ന് തൊട്, നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ശ്രീകുമാർ തൊട്. എന്താ കോൺഗ്രസിന്റെ അവസ്ഥ? ഇങ്ങനെയാണോ ഗാന്ധിജിയുടെ കോൺഗ്രസ് ആവേണ്ടത്? ഇങ്ങനെയാണോ നെഹ്റുജിയുടെ കോൺഗ്രസ് ആവേണ്ടത്? AK ഗോപാലനും EMS-ഉം കൃഷ്ണപിള്ളയും എല്ലാം നയിച്ചുണ്ടാക്കിയ കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെയാണോ ആയിത്തീരേണ്ടത്? എന്തൊരവസ്ഥയിൽ ആ കോൺഗ്രസ് ചെന്നുപെട്ടത്? കോൺഗ്രസിന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറഞ്ഞത് വെച്ചിട്ട് ന്യായീകരിക്കേണ്ടി വരികയല്ലേ നിങ്ങൾക്ക്? ഈ കോൺഗ്രസിനെ പണ്ട് ജവഹർലാൽ നെഹ്റു വിളിച്ചത് എന്താ? ചത്ത കുതിരാന്ന. ആ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പറയുന്നതാണ് ഇന്നിപ്പോ കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിന്റെ ഒരു വക്താവ്, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരാൾ ചെന്നുപടുകയാണ്. എനിക്ക് സമയം വല്ലാതെ പരിമിതമാണ്. എനിക്ക് PDT ആചാര്യ താങ്കൾക്ക് ഒരു 30 സെക്കൻഡ് ഞാൻ തരാം. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു തെളിവുണ്ട്. NRC നടപ്പിലാക്കാതിരിക്കാൻ ഒരു സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തത് നമ്മൾ കണ്ടതാണ്. കേരള സംസ്ഥാനം തന്നെ NRC നടപ്പിലാക്കാതിരിക്കാൻ. CAA-യും ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ NRC അങ്ങനെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടും കേന്ദ്രം 4 കൊല്ലമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ CAA വന്നു. ആ കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണ്ടേ? ഇത് ഭരണഘടനാ വിരുദ്ധമായൊരു കാര്യം, വെറും രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വോട്ടിന് വേണ്ടി മാത്രമാണ് കേന്ദ്രവും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഈ മാതിരി കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കാനൊക്കെ ഉള്ള അവകാശങ്ങളുണ്ടല്ലോ.
അത് പ്രതിഷേധിക്കണം. അതിനെതിരായിട്ട് പ്രമേയങ്ങൾ പാസ്സാക്കി, ഇപ്പോൾ അസംബ്ലി തന്നെ പ്രമേയം പാസ്സാക്കി അയക്കുന്നു എന്നൊക്കെ പറയുന്നത് അതെല്ലാം അതിൻ്റെ അധികാരത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം ഇങ്ങനെ ഇപ്പോൾ ഈ ഭരണഘടനാ വിരുദ്ധമായ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിരിക്കുന്ന സെക്യുലറിസത്തിനെതിരായിട്ട് വരുന്ന ഏത് നടപടിയെയും അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതങ്ങനെയാണ്. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് അത് ഭരണഘടനയുടെ പ്രൊവിഷൻസ് ഇങ്ങനെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. യെസ്, എന്നോട് ക്ഷമിക്കുക ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾക്ക് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാട്ടാനുണ്ടോ? 10 സെക്കൻഡ് തരാം. 10 സെക്കൻഡ് കൊണ്ട് പറയാം. NRC നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ സഹായമില്ലാതെ ഒരു ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഇത്. മറ്റേത് കേന്ദ്ര അഫ്ഗാൻ എന്ന് പറയുന്നത് മറ്റൊരു കൊടുക്കുകയല്ല. ഇത് അങ്ങനെയല്ല. ഇത് നാട്ടിൽ നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സഹകരണം ഇല്ലാതെ നടപ്പാക്കണം, പിന്നെ കേന്ദ്രം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ അതാണ്, അത് കൂടെ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ കൂടെ നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ കൃത്യമായി അറിയാൻ സാധിക്കുന്നു. മുഖ്യമന്ത്രി അത് ജനങ്ങളുടെ മുമ്പാകെ വന്ന് എവിടെയാണെങ്കിലും നിന്ന് പ്രസംഗിച്ച് ആളുകളോട് പറഞ്ഞു പോകുമ്പോൾ, ദിവസേന 1 മണിക്കൂർ ഇത് ആളുകളുടെ മുമ്പാകെ പറയുമ്പോൾ കൃത്യമാകുന്നുണ്ട് കാര്യങ്ങൾ. അത് ഒരു രാഷ്ട്രീയ പ്രക്രിയ തന്നെയാണ്. ആ പ്രക്രിയ നടപ്പിലാക്കാതെ കേന്ദ്രം അവിടെ അത് പാസ്സാക്കി, അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാൻ നിർബന്ധിതരാണ്, നമ്മളത് ചെയ്തിരിക്കണം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അന്ന് കാര്യങ്ങൾ നോക്കാമെന്ന് പറയുന്നതല്ല കൃത്യമായ ഇടപെടൽ. ഇത് ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അവരുടെ പ്രതികരണം? അതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, N ശ്രീകുമാർ, ശ്രീ PDT ആചാരി, ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ. ന്യൂസ് അവസാനിക്കുന്നു.